ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലും തൊടിയിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനത്തിൻ്റെ ടയറുകൾ നമുക്ക് ഇതേപോലത്തെ ചെടിച്ചട്ടിയാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏത് ടയറാണോ പൂച്ചട്ടിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ആ ടയർ എടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൂളുകളാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു ആക്സോ ബ്ലേഡും അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള ഒരു കത്തിയും. ഈ 2 സാധനം നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ ഒരു സൈഡിലുള്ള ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് കമ്പിയുള്ള പോർഷൻ ഉണ്ടാവും. ആ ഭാഗം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആ കമ്പിയുള്ള ഭാഗം ഒരു ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആക്സം ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ കമ്പിയുള്ള പോർഷൻ ജസ്റ്റ് ആദ്യം ഒന്ന് ആക്സം ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചുറ്റും വരുന്ന ടയറാണല്ലോ, ആ ടയർ നമുക്ക് കത്തി കൊണ്ട് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കമ്പിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാനുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അത് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കമ്പിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഈ ടയറിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ചുറ്റുഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടയർ കൊണ്ടുള്ള ചെടിച്ചട്ടിയുടെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ടയറിനെ ചവിട്ടിയിട്ട് തിരിച്ചിടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ടയറിൻ്റെ ഉൾവശം പുറത്തേക്കും പുറംവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മറിച്ചിടുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഭംഗിയുള്ളൊരു ചെടിച്ചട്ടിയുടെ രൂപത്തിൽ നമുക്ക് ടയറിനെ കിട്ടിക്കഴിഞ്ഞു. ഇതളുകൾ പോലെ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഇതളുകൾ പോലെയാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടാവും ഈ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ടയർ ഉപയോഗിച്ചിട്ടുള്ള ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ചെടി കുഴിച്ചിട്ടാൽ മതി. അതിന് മുന്നായിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്യാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാതെ വെക്കാം. ഞാനിത് ഏതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏതൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം
ഇതിലേക്ക് മണ്ണ് നിറക്കാം. അതിനുശേഷം നമുക്ക് ഏത് ചെടിയാണോ കുഴിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആ ചെടി ഇതിലേക്ക് കുഴിച്ചിടാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ മറ്റുമായി വേസ്റ്റായി കിടക്കുന്ന ടയറുകൾ നമുക്ക് ഇതുപോലെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ എങ്ങനെയാണ് ടയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ചെടിച്ചട്ടികൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.